നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ദേവസ്വം ബോർഡ് LD ക്ലർക്കിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് സ്നേഹം കാണിച്ചിട്ട് പോകണേ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും ഞാൻ ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് എന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് ബി കോഡാണേ ചോദ്യപേപ്പർ. ആദ്യത്തെ ചോദ്യം, 1000 വാട്ട് പവർ ഉള്ള ഒരു ഇലക്ട്രിക് അയൺ എത്ര മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, 1 മണിക്കൂർ. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രകാശവർഷം എന്നത് ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഹൈഡ്രജൻ ആണ് കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. കുത്തനെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും നിർബാധം താഴേക്കിട്ട ഒരു കല്ല് 2 സെക്കൻഡ് കൊണ്ട് താഴെ എത്തിയെങ്കിൽ കെട്ടിടത്തിന്റെ ഉയരം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി, 20 മീറ്റർ. 200 വോൾട്ട് സപ്ലൈയിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ഫിലമെന്റ് ലാബിന്റെ പവർ 100 വാട്ട് ആണ്. ഇത് 100 വോൾട്ട് സപ്ലൈയിൽ ഘടിപ്പിച്ചാൽ അതിന്റെ പവർ എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി, 25 വാട്ട്. വിനാഗിരിയുടെ ജലീയ ലായനിയുടെ pH മൂല്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, 7ൽ കുറവ്. ടങ്സ്റ്റൺ എന്ന മൂലകത്തിന്റെ പ്രതീകം എന്ത്? W ആണ് ടങ്സ്റ്റൺ എന്ന മൂലകത്തിന്റെ പ്രതീകം. ഇന്ത്യൻ സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് KNO3. ഇനി പറയുന്നവയിൽ ഏതാണ് താപനിലയെ ആശ്രയിച്ചിരിക്കുന്നത്? താപനിലയെ ആശ്രയിച്ചിരിക്കുന്നത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി. താഴെ പറയുന്നവയിൽ ഏതാണ് ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ലൈംസ്റ്റോൺ ആണ് ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നത്. ലോകാരോഗ്യ സംഘടന കൊറോണ വൈറസ് രോഗത്തിന് COVID-19 എന്ന പേര് നൽകിയത് ഏത് ദിവസം? ഉത്തരം ഓപ്ഷൻ എ, 2020 ഫെബ്രുവരി മാസം 11. മനുഷ്യന്റെ കാലിൽ കാണപ്പെടുന്ന അസ്ഥി ഫിബുല. താഴെ തന്നിരിക്കുന്ന ലക്ഷണങ്ങളോട് കൂടിയ രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പെല്ലഗ്രയാണ്. ലക്ഷണങ്ങൾ ബുദ്ധിഭ്രംശം, അതിസാരം, ചർമ്മ വീക്കം. താഴെ തന്നിരിക്കുന്നവയിൽ ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്ന ടൈഗർ റിസർവ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇന്ദ്രാവതിയാണ്. ഇന്ദ്രാവതി. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസിലെ ഓക്സിജന്റെ ഉറവിടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ്. In India, cyber crimes are covered by the option D, both A and B. The numerical identification code assigned for any device connected to a network. The option A, Internet Protocol Address. Which among the programming languages belongs to the open source category? Uttaram option C, Python. Which among the following is a functional unit of a computer? Functional unit of a computer. Option D, all of the above. To update a web without reloading the whole page can be done with option B, Ajax. MUP is the acronym for. MUP എന്നത് മൈക്രോപ്രോസസറിന്റെ acronym ആണ്. The number of cycles the CPU of a computer executes per second is called option C, clock speed. Operating system belongs to what type of software? Option A, system software. The heart of an operating system is called option A, kernel. The technique by which cybersecurity is accomplished. ഉത്തരം ഓപ്ഷൻ ഡി, ക്രിപ്റ്റോഗ്രഫി.
കാവേരി നദിക്ക് കുറുകെ തിരുച്ചിറപ്പള്ളിയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഡാം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കല്ലണ അണക്കെട്ട്. ബാപ്പു എന്റെ അമ്മ എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മനു ഗാന്ധി. അടിമ കേരളത്തിന്റെ അദൃശ്യ ചരിത്രം എന്ന പ്രസിദ്ധമായ കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വിനിൽ പോൾ. വൈ ഐ ആം എ ഹിന്ദു എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ശശി തരൂർ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യാ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി? ഉത്തരം ഓപ്ഷൻ ഡി അശ്വിനി വൈഷ്ണവ്. ക്ഷയരോഗികൾക്ക് മാസം തോറും 500 രൂപ ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതിയുടെ പേരെന്ത്? നിക്ഷയ് പോഷൺ യോജന. ഓപ്ഷൻ ഡി. 1997 ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾ ടെന്നീസ് ടൂർണമെന്റിൽ ആദ്യമായി ഗ്രാൻഡ് സ്ലാം നേടിയ ഇന്ത്യൻ താരം മഹേഷ് ഭൂപതിയുടെ സഹതാരം ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി റിയ ഹിരാക്കി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡം ശുപാർശ ചെയ്യാനായി 1999 നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ പ്രണബ് സെൻ. താഴെ പറയുന്നവയിൽ ഏത് വർഷമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ 100ാം വാർഷികം കൊണ്ടാടിയത്? ഉത്തരം ഓപ്ഷൻ ഡി 2021 ജൂലൈ മാസം 1. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ യുദ്ധരക്തസാക്ഷി കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന മോയിരംഗ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി മണിപ്പൂർ. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് 2021 ജനുവരി 20 ജോ ബൈഡൻ അധികാരമേറ്റത്? പ്രസിഡന്റ് ആയിട്ടാണ്. ഇവിടെ ഉത്തരം കൊടുത്തത് ഓപ്ഷൻ എ ആണ്. 46 വരേണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ലോക മണ്ണ് ദിനമായി ആചരിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡിസംബർ 5. അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നീ പ്രമുഖ മധ്യകാല വ്യാപാര ഗിൽഡുകളെ കുറിച്ച് ഏത് ശാസനങ്ങളിലാണ് ആദ്യമായി പ്രതിപാദിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ തരിസാപ്പള്ളി ശാസനം. താഴെ പറയുന്ന പ്രധാനമന്ത്രിമാരിൽ ആരുടെ സ്മാരകമാണ് ജൻനായക് സ്ഥൽ? ഉത്തരം ഓപ്ഷൻ ഡി ചന്ദ്രശേഖർ സിംഗ്. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ മുൻ വൈസ്രോയ് ആയതും 2ാം ലോക മഹായുദ്ധത്തിലെ നായകന്മാരിൽ ഒരാളുമായ വ്യക്തിത്വം ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയുടെ ആദ്യത്തെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഖൊരഗ്പൂർ. ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ സി ജൂലൈ 19, 1969. 2019 ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രസീൽ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2ാമത്തെ പ്രസിഡന്റ്? ഉത്തരം ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. അന്തർദേശീയ നാണയ നിധിയുടെ നിലവിലെ അധ്യക്ഷ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്റ്റലീന ജോർജീവ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഗ്രാമപഞ്ചായത്താണ് 2019 മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി നേടിയത്? ഉത്തരം ഓപ്ഷൻ ബി പാപ്പിനിശ്ശേരി. താഴെ പറയുന്നവയിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം ഇല്ലാത്ത രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ റഷ്യ. തഞ്ചാവൂരിലെ ലോകപ്രശസ്തമായ ബൃഹദീശ്വര ക്ഷേത്രം ഏത് ചോള രാജാവിന്റെ കാലത്താണ് പണി കഴിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി രാജ ചോളൻ 1. 2019 സുൽത്താൻ അസ്ലൻ ഷാ അന്താരാഷ്ട്ര പുരുഷ ഹോക്കി മത്സരത്തിൽ വിജയിച്ച ടീം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ. പായ്വഞ്ചിയിൽ തീരം തൊടാതെ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ അഭിലാഷ് ടോമി. പത്മവിഭൂഷൺ യാമിനി കൃഷ്ണമൂർത്തി ഏത് രംഗത്ത് പ്രശസ്തി നേടിയ വ്യക്തിത്വമാണ്? ഉത്തരം ഓപ്ഷൻ സി ഭരതനാട്യം.
ISROയുടെ മുൻ ചെയർമാൻമാരിൽ ഒരാൾ വളരെ പ്രശസ്തനായ കഥകളി കലാകാരനാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ കെ രാധാകൃഷ്ണൻ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ എം ബീന മോൾ. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് കൊണ്ടുവന്നത് ആര്? സി ചൗധരി റഹ്മത്ത് അലി. താഴെ പറയുന്നവരിൽ പടിഞ്ഞാറൻ ഒഡീഷയുടെ മദർ തെരേസ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി പർവതി ഗിരി. ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം എന്ന് വിഖ്യാതമായത്? ഉത്തരം ഓപ്ഷൻ ബി തിരുവാർപ്പ്. പഞ്ചലോഹ വിഗ്രഹത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ഓടാണ്. ആരുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത്? ഉത്തരം ഓപ്ഷൻ സി റാണി ഗൗരി ലക്ഷ്മി ഭായ്. ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെയാ? ഉത്തരം ഓപ്ഷൻ ഡി പത്തനംതിട്ട. ക്ഷേത്രാചാര വിധി പ്രകാരം നടത്തപ്പെടുന്ന മുളയിടൽ കർമ്മത്തിൽ എത്ര പാലികകളിലായാണ് മുളയിടുന്നത്? ഓപ്ഷൻ സി 16. മഹാക്ഷേത്രങ്ങളിൽ സൂര്യപ്രകാശം ബിംബത്തിൽ പതിക്കും വിധം സൂര്യൻ ഉയരുമ്പോൾ നടത്തപ്പെടുന്ന പൂജയാണ്? ഓപ്ഷൻ ബി എതിർത്ത പൂജ. വാദ്യോപകരണങ്ങളിൽ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ സി ഇടയ്ക്ക. വൈഷ്ണവ പൂജാ പദ്ധതികളെ പ്രതിപാദിക്കുന്ന പുരാണമാണ്? ഓപ്ഷൻ ഡി വരാഹ പുരാണം. ശുക്ല യജുർവേദ ബ്രാഹ്മണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ശതപഥ ബ്രാഹ്മണം. ഹിന്ദുമത എൻഡോവ്മെന്റ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1904. പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ പൃഥ്വി. ശങ്കരാചാര്യ സ്വാമികൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട പണ്ഡിത വരേണ്യൻ ആര്? ഓപ്ഷൻ സി മന്ദന മിശ്രൻ. വേദമന്ത്രങ്ങളിലെ പദങ്ങൾ മറിച്ചും തിരിച്ചും ചൊല്ലി ക്രമം ഉറപ്പിക്കുന്ന രീതിയാണ്? ഓപ്ഷൻ ബി ജഡാപാഠം. ഫാക്ട് കഥകളി കേന്ദ്രത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി MKK നായർ. കൂത്തിന് ഉപയോഗിക്കുന്ന ഗദ്യ പദ്യ സങ്കലിതങ്ങളായ കൃതികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ പ്രബന്ധങ്ങൾ. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 5050. ഒരു ക്ലോക്കിൽ സമയം 5 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്ത്? ഉത്തരം ഓപ്ഷൻ എ 150 ഡിഗ്രി. A+B = 20, AB = 50 ആയാൽ 1/A + 1/B എത്രയാ? ഓപ്ഷൻ ബി 2/5. 1/10 + 3/100 + 5/1000 എന്നതിന്റെ ദശാംശ രൂപം? ഉത്തരം ഓപ്ഷൻ ബി 0.135. ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ 5 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ വീതം നീളമുള്ളവയാണ്. മൂന്നാമത്തെ വശം x ആയാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 2 > x > 12. 6000 രൂപ വിലയുള്ള ഒരു ഉപകരണം ഉപഭോക്താവിന് 5040 രൂപയ്ക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ ഡിസ്കൗണ്ട് നിരക്ക് എത്രയാണ്? ഓപ്ഷൻ ഡി 16%. ഒരു പ്രത്യേക ജോലി 2 പുരുഷന്മാർക്ക് 10 ദിവസം കൊണ്ടും 5 സ്ത്രീകൾക്ക് 8 ദിവസം കൊണ്ടും പൂർത്തിയാക്കാൻ കഴിയും എങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളും ചേർന്ന് പ്രസ്തുത ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും? ഓപ്ഷൻ ഡി 10. 3/16, 1/8, 1/12, 1/18 എന്ന സംഖ്യാ പാറ്റേണിലെ അടുത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ 1/27. ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 20ഉം 20-ാം പദം 15ഉം ആയാൽ 35-ാം പദം എത്ര? ഉത്തരം ഓപ്ഷൻ സി 0. 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്ന് വീതം എഴുതിയ കടലാസ് കഷ്ണങ്ങൾ ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഒരു അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ ആകാനുള്ള സാധ്യത പ്രോബബിലിറ്റി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 1/3. Change into passive voice. Who wrote the poem?
ഉത്തരം ഓപ്ഷൻ ഡി. ഹു വാസ് ദ പോയം റിട്ടൺ ബൈ? സാറ rarely speaks in the classroom. She is option C. reticent. What is the meaning of the idiom to cut the corners? To cut the corners, to do something in the least expensive manner. Which of the following sentences makes sense? Uttaram option B. The school fair managed to elicit donations from many well-wishers. Choose the correct spelling. Uttaram option C. Tsunami. TSUNAMI. Choose the antonym for commensurate. Commensurate in the opposite enda? Uttaram option A. Inadequate. അടുത്ത ചോദ്യം, which of the following is a synonym of incarcerate? Incarcerate in the same meaning വരുന്നത് detain ആ. Option B. Harry is dash than the rest of the students. ഉത്തരം option B. more industrious. Teacher, don't repeat the mistake. Change into reported speech. ഉത്തരം option C. Teacher told us not to speak, not to repeat the mistake. Substitute with one word. Words written on the tomb of a person. One word in the option C. epitaph. തനിനാമം എന്നാൽ, തനിനാമം എന്നാൽ സർവനാമമല്ലാത്ത നാമം. ഓപ്ഷൻ ബി. പുരുഷവചന ഭേദമുള്ള പ്രകാരകം ഏത്? പ്രകാരകം എന്നാണ് തന്നിരിക്കുന്ന, നിയോജകം കൊടുത്തിട്ടുണ്ട്, പ്രകാരമാണ്. ലോക്കപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ തടവുപുള്ളി പരമാവധി ശ്രമിച്ചു. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ദ പ്രിസണർ ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു ഫ്ലീ ഫ്രം ദ ലോക്കപ്പ്. ഇറക്കി കിടത്തിയതെന്റെ യൗവനമല്ലോ, തിരുമി അടച്ചത് നീതി തന്മിഴിയല്ലോ. ആരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി. സച്ചിദാനന്ദൻ വൈലോപ്പിള്ളിയെ പറ്റി. അടുത്ത ചോദ്യം, ധാതുവിന്റെ സ്വന്താർത്ഥത്തിൽ ചില വിശേഷാർത്ഥങ്ങളെ ചേർക്കുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി. ഭേദകാനുപ്രയോഗം. പ്രയോജിക വിഭക്തിയുടെ കാരകം ഏതാ? ഉത്തരം ഓപ്ഷൻ സി. ഹേതു. താഴെ പറയുന്നവൽ ശുദ്ധരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ എ. താൽക്കാലികം. അഞ്ജനം എന്നത് ഞാൻ അറിയും, മഞ്ഞള് പോലെ വെളുത്തിരിക്കും. ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി. സർവജ്ഞനാണെന്ന നാട്യം മാത്രം. മഹാപണ്ഡിതനായ കേരളപാണിനിയും ഞാനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഈ വാക്യം ശരിയായി എഴുതുക. ഓപ്ഷൻ എ. ഞാനും മഹാപണ്ഡിതനായ കേരളപാണിനിയും തമ്മിൽ അജഗജാന്തരമുണ്ട്. മിസ്ഫോർച്യൂൺസ് ആർ സംടൈംസ് ബ്ലെസ്സിങ്സ് ഇൻ ഡിസ്ക്യൂസ്. ഇതിന് സമാനമായ മലയാളം എന്ത്? ഓപ്ഷൻ ബി. ഉർവശി ശാപം ഉപകാരം. ഇതില് വ്യത്യാസമുള്ള ആൻസേഴ്സ്, വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഫൈനൽ കീയിൽ അത് മാറി വരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പരീക്ഷ എഴുതിയ എല്ലാവരും ഒന്ന് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ചില ആൻസേഴ്സ് ഒക്കെ ഫൈനൽ ആൻസർ കീയിൽ വരുമ്പോൾ മാറി വരും. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കുക. പിന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി, PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു റിവിഷൻ ടൈം ടേബിൾ 30 days, ഇനി ഒരു 30 ദിവസമേ ഉള്ള, ഏകദേശം ഒരു 30 ദിവസത്തെ ടൈം ടേബിൾ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ആയിട്ട് സിലബസ് ഫുള്ളായിട്ട് തന്നെ റിവിഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.